ഓക്കെ. അപ്പോൾ എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ ഫേവററ്റ് ടോയാണ്. സ്പ്രിങ്ങായി, അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ച് ലൈറ്റൊക്കെ കൂടുതലുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്നത് നിർത്തി. വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ ഡി കഴിക്കാൻ തുടങ്ങും ഇവിടെ. കാരണം വെയിലില്ലല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്തിരി വിഷാദത്തിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ വൈറ്റമിൻ ഡി വാങ്ങിച്ച് കഴിക്കാൻ പറയും. നമുക്ക് ഡോക്ടറെ കാണുന്നു വേണ്ട, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഗുളിക കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇത് ഇരിക്കട്ടെ, ഇതിനെടുക്കാം, നല്ല കംഫർട്ടബിൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? ഈ സ്പ്രിങ് ആയത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പിംഗ് ഏതാ? തുണി ഷോപ്പിംഗ് അല്ല, ചെടികളുടെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ചെടികളുള്ളൊരു നഴ്സറിയിലാണ് പോയത്. എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇത്തിരി ഇങ്ങനെ ചട്ടികൾ വെക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ ഈ ബാൽക്കണിയുടെ റെയിൽസിൻ്റെ മുകളിൽ ചട്ടികൾ വെച്ചിട്ട് അതിലിങ്ങനെ പൂക്കൾ വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല രസമാണ് അതിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിച്ച ചെടികളും പിന്നെ എന്തൊക്കെയാണ് ആ നഴ്സറിയിൽ ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇന്ന് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് നമ്മൾ ഈ എന്താ പറയുക സ്പൈസസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകെ അലങ്കോലമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ജനറലി ഉള്ള കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം അല്ലേ? അപ്പോൾ വായും. റോസിൻ്റെ കുറേ വെറൈറ്റീസ്, വളരെ കുട്ടി ചെടിയിൽ തന്നെ കുറേ റോസ് പൂക്കളുള്ള വെറൈറ്റീസൊക്കെ ഉണ്ട്. മഞ്ഞയും ചുവപ്പും വെള്ളയും പിങ്കും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കുറച്ച് വെറൈറ്റി ആയി തോന്നിയത്, ഒരു ഓറഞ്ചിൽ കുറച്ച് മഞ്ഞ ഷെയ്ഡുള്ള, കണ്ടോ ദൂരെ നിൽക്കുന്ന ആ സുന്ദരിയാണ്. അവൾ സൂപ്പറായിരുന്നു. അവളെ എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ കുറച്ച് നേരം ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് മറ്റൊരാളെ കണ്ടത്. അതാണ് നമ്മുടെ ഡെയ്സി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു. ഒട്ടും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എൻ്റെ ട്രോളിക്കുള്ളിൽ ആളെ ആക്കി ഞാൻ മുന്നേറി. അടുത്തത് കൊട്ട ചട്ടി മുതലായ സെക്ഷനായിരുന്നു. അപ്പോൾ ഡെയ്സീനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് അധികം പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ചെടികൾ തന്നെ അത്യാവശ്യം ഭാരം ഉണ്ടാവുമല്ലോ. അടുത്തത് സീഡ്സിൻ്റെ സെക്ഷനായിരുന്നു. എൻ്റെ ദൈവമേ, ജീവിതത്തിൽ നമ്മൾ കഴിച്ചിട്ടും കഴിക്കാത്തതൊക്കെ ആയിട്ടുള്ള എല്ലാവിധ വെജിറ്റബിൾസും അവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വെജിറ്റബിൾ എടുക്കണോ, ഇനി ഉണ്ടായാൽ തന്നെ കഴിക്കുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒന്ന് എടുക്കാണ്ടെങ്കിൽ ഞാൻ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഞാൻ അവിടെ തപ്പിട്ടോ. അവസാനം ഞാനിതെടുത്തു, നമ്മുടെ മുളക്. അത് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് മുളക് എടുത്തു. പിന്നെ ഞാൻ ഈ മിൻറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. നല്ല ആരോഗ്യവതിയായ ഒരു മിൻറ്റ് ചട്ടി കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുത്തു. പൊതുവേ മിൻറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സാധനം സ്റ്റെം തന്നെ നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ
നിരാശയും എൻ്റെ മുഖത്ത് ചിലപ്പോൾ കാണാൻ പറ്റും. എന്താ വെച്ചാൽ അത്രയും നല്ല നല്ല ചെടികളുണ്ട്, എല്ലാം എടുക്കണമെന്നുണ്ട്. പക്ഷേ കീശ കാലിയാവും. എല്ലാത്തിനും നല്ല വിലയുണ്ട്. 1-2-3 ചെടി എടുക്കുമ്പോഴേക്കും നല്ല റേറ്റ് ആവും. അതുകൊണ്ട് ഇപ്രാവശ്യം മനസാന്നിധ്യത്തോടു കൂടി ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇനി ഇത് ചെടിയുടെ അടിയിൽ വയ്ക്കാവുന്ന ചെറിയ റോളർ ബോർഡ്സൊക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാമല്ലോ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ കൈ കൊണ്ട് എടുത്ത് മാറ്റിക്കൊള്ളാമെന്ന് വിചാരിച്ച് അതിനൊക്കെ അവിടെ വെച്ചു. അങ്ങനെ എൻ്റെ ട്രോളിയും ഉന്തിക്കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കുറേ ചട്ടികളുണ്ട്. പക്ഷേ ചട്ടികൾ ഞാൻ എടുക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയുണ്ട്, അല്ലാണ്ട് തന്നെ സെറാമിക്കിൻ്റെ ചട്ടികളുണ്ട്. ഇപ്രാവശ്യം ചട്ടികളൊന്നും എടുക്കണില്ല. പിന്നെ ഈ ബാൽക്കണിയിൽ വെക്കാവുന്ന തന്നെ പല ടൈപ്പ് ട്രേസൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നതല്ല. നമുക്ക് എപ്പോഴും ഷോപ്പ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ എന്തൊക്കെ വെറൈറ്റീസാണ് ഉള്ളത്, നമ്മൾ ഉപയോഗിക്കുന്നതാണോ നല്ലത്, അതോ പുതിയത് എന്തൊക്കെയുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ WC എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ജർമ്മനിയിൽ വെസ്റ്റേൺ ക്ലോസറ്റ് എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകേണ്ട സ്ഥലമാണ് ഈ വേസേ വേ എന്നാണ് പറയുക. അപ്പോൾ WC എന്ന് കണ്ടാൽ അവിടെ ടോയ്ലറ്റ്സ് ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ മണ്ണിൻ്റെ സെക്ഷൻ. അയ്യോ, ചെടി മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, എൻ്റെ മണ്ണ് കുറവാണ്. അപ്പോൾ ഞാൻ 10 ലിറ്ററിൻ്റെ ഒരു ഘടോത്കചൻ മണ്ണെടുത്തു എന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അത്ര എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 5 കിലോൻ്റെ അത്രയും വലിയ ഘടോത്കചൻ അല്ലാത്ത കുറച്ച് മണ്ണ് വാങ്ങിച്ചു. പിന്നെ ബാക്കി വേണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാമല്ലോ. എവിടെയാണ് വില കുറവ് കൂടുതൽ എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് വയ്ക്കുകയും ചെയ്യാമല്ലോ. ഇവിടെയൊക്കെ 5 ലിറ്ററിൻ്റെ മണ്ണിനാണ് ഏകദേശം 3 യൂറോ. 3 എന്ന് വെച്ചാൽ എത്രയാണ്? ഏകദേശം 300 രൂപ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് മണ്ണ് ജസ്റ്റ് പുറത്ത് പോയിട്ട് എടുക്കാമല്ലോ. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, മണ്ണ് അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും വാരിക്കൊണ്ടു പോകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണ് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇത് കണ്ടു, നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വഴിയിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരിങ്ങനെ വല്ല മരക്കൊമ്പിലോ അല്ലെങ്കിൽ ഇതുമാതിരി എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ തൂക്കിയിടും. എന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചു പോയിട്ട് അത് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതൊരു പ്രത്യേക സംഭവമാണ് ജർമ്മനിയിലത്തെ. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മരക്കൊമ്പൊക്കെ തൂക്കി വെക്കുന്നത്. വീട്ടിലെത്തി തളർന്നു. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു. നമ്മുടെ കരിങ്ങാലി വെള്ളം കേട്ടോ. ഇത് കണ്ടില്ലേ, കുറേ ഗ്ലാസ് ജാർസ് വാങ്ങിച്ചിട്ടുണ്ട് ഒരേപോലെയുള്ളത്. അതിന് ബാംബൂ ലിഡ്സും ഉണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഇല്ലാണ്ട് നമുക്ക് ഇതിൽ സ്പൈസസ് ഒന്നും ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ വൈഡ് മൗത്ത് ഒരു പാത്രത്തിൽ. അതിലേക്ക് ഇതിങ്ങനെ വെച്ചു. തണുപ്പത്ത് പല്ല് കടിക്കണ പോലെ ഇതിങ്ങനെ പല്ലിട്ടടിക്കണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാമായിട്ടോ. അപ്പോൾ ബാക്കിയുള്ള ജാർസ് കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് ജേംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. പിന്നെ നമുക്ക് ആ വെള്ളം തുടച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ ജാർസും എടുത്ത് ഞാനിങ്ങനെ ഈ പരിപാടി ചെയ്തു കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ കിടുങ്ങുന്നുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നീറ്റായി എന്ന് എനിക്ക് തോന്നി. കുറച്ച് നേരം ഇങ്ങനെ വെച്ചു കേട്ടോ. കുറച്ച് ഹീറ്റ് കുറച്ചു, ഇല്ലെങ്കിൽ എല്ലാം കൂടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോന്നും മെല്ലെ എടുക്കണം. നല്ല ചൂടുണ്ടാവും കേട്ടോ. നമ്മൾ ആ ഗ്ലാസ് എങ്ങാനും കൈ കൊണ്ട് എടുത്താൽ അപ്പം തന്നെ നമ്മൾ നിലത്തിടും. പിന്നെ അറിയാലോ, അയ്യോ ചെറിയ കുട്ടി, പൊട്ടിയ ഗ്ലാസ്, ബാക്കി ഞാൻ പറയേണ്ടത്. അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നല്ല കട്ടിയുള്ള ഒരു ടവൽ കൊണ്ടാണ് ഞാനത് പൊക്കിയെടുത്തത്. അതിന് ശേഷം അതിൻ്റെ ഉള്ളൊക്കെ ഞാനത് തുടച്ചു. അപ്പോൾ കുറേ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വൃത്തിയുള്ളൊരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു. ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ അടുത്ത് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് തോന്നിപ്പോയി. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ ചെറിയ പ്ലാന്റ്സ് കേട്ടോ, സൈഡിലിരിക്കുന്നത്. ഒരു കരിവേപ്പിലുണ്ട്. ഇപ്പോൾ വിൻ്റർ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് അത്ര ആരോഗ്യമൊന്നുമില്ല ഇപ്പം. എന്നാലും ആൾ ഉഷാറാവും കേട്ടോ സ്പ്രിംഗ് ആകുമ്പോഴേക്കും. പിന്നെ കുറച്ച് ബേസിൽ ലീവ്സ്, നല്ല ഇറ്റാലിയൻ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാനുള്ളതാണ്. ഇപ്പം അതൊന്ന് ശുഷ്കിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആളും ഉഷാറാവും. അതിനൊന്ന് എടുത്ത് ഒന്ന് റീപോട്ട് ചെയ്യണം. അങ്ങനത്തെ കുറേ പരിപാടീസ് ഉണ്ട്. എന്തെങ്കിലും ചെടി വീട്ടിൽ വെച്ചാൽ 100 പണികൾ അതിന് ഫോളോ അപ്പായിട്ട് വരും. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ അല്ലേ? ഞാൻ എന്താണ് ഇങ്ങനത്തെ ജാർസ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ,
ഈ സ്ക്വയർ ഷേപ്ഡ് ആകുമ്പം കുറേ എണ്ണം കൊള്ളും. നമ്മൾ സാധാരണ ജാർസൊക്കെ റൗണ്ട് ഷേപ്ഡ് അല്ലേ, അപ്പോൾ അധികം നമുക്ക് സ്റ്റോറേജ് അത്ര നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. സ്ക്വയർ ആകുമ്പോൾ കുറേ കൊള്ളും. അതുകൊണ്ട് ഉള്ള സിന്നമൺ പൗഡറും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ജാറുകളിലേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ കിച്ചൺ ഡ്രോവറിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റായിട്ട് ഫിറ്റാവും. അതാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ, കണ്ടറിയാം. ഇനി ഇത് പേരിടൽ ചടങ്ങാണ്. അതിൻ്റെ പേരുകളൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണത്തിന് പകരം വേറൊരു പൊടി എടുത്തിട്ടാൽ പണിയായില്ലേ. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്ക് കുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി പേരുകൾ എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ ഈ അടപ്പ് മാറിപ്പോയാലാണ് അടുത്ത വർഷം ഉണ്ടാവുക. ഇത് നമ്മുടെ എന്തായാലും പറയാം, മലയാളത്തിൽ എന്തായാലും പറയാം, മറന്നുപോയല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോന്നിൻ്റെ സാധനങ്ങൾ പേര് മറന്നു പോകും. നമ്മുടെ പല്ലുവേദനയ്ക്കൊക്കെ വെക്കുന്ന സാധനമാണല്ലോ, മണമുള്ള, എന്താ എൻ്റെ പേര്? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ നല്ല രസം ഉണ്ടാവില്ലേ. ഇതിൻ്റെ പേരെനിക്കറിയാം, മണം വരെ എൻ്റെ മൂക്കിൽ വരുന്നുണ്ട്, പക്ഷേ പേര് ഞാൻ മറന്നുപോയി. ഗ്രാമ്പു, കരയാമ്പൂ എന്ന് പറയുന്ന സാധനം. കിട്ടി. അങ്ങനെ അത് പക്ഷേ ഫുള്ള് കൊണ്ടില്ല. അപ്പം ഇതൊക്കെ കാണിക്കാനുള്ള സമയമായി. ഈ സംഭവം ഞാൻ മോൻ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു വെച്ചതാണ്. ഇതാണ് എൻ്റെ ഡ്രോയർ. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടില്ലേ, നമ്മൾ റൗണ്ട് ആയിരുന്നെങ്കിൽ ഇത്രയും കൊള്ളില്ലായിരുന്നു. കണ്ടോ, എല്ലാ സാധനത്തിലും പേരൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഈ ഓർഗനൈസേഷൻ ജീവിതകാലത്തിൽ മാറ്റേണ്ടി വരരുത് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ ഡ്രോവർ. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു വൈറ്റ് പാത്രങ്ങളില്ലേ, അതൊക്കെ അയക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പോഴ്സലിൻ പാത്രങ്ങൾ. അടുത്ത പരിപാടി കിടക്കുന്നത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ചെടികളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നടലാണ്. ഈ ചെടി നടൽ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അയ്യോ ഒരു ദിവസം പോയി എന്നൊരു മൂഡാണ്. സത്യമാണ് കേട്ടോ. ഞാൻ വിചാരിക്കും ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാം തീർക്കാമെന്ന്. അത് ഞാൻ പറയുമ്പോൾ തന്നെ ആൾ അവിടെ നിന്ന് ഒരു പുച്ഛഭാവത്തിന് നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ എത്ര കണ്ടിരിക്കണു, പെട്ടെന്ന് എത്ര തീർക്കണമെന്ന് വിചാരിച്ചാലും വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി മാത്രമല്ല, അല്ലാണ്ട് അവിടെ പഴകിയിരിക്കുന്ന ചെടികളെ ഒന്ന് പുഷ്പിപ്പിക്കാൻ എനിക്ക് തോന്നും. അങ്ങനെ അത് കുറേ ടൈം എടുക്കും. ആദ്യം നമ്മുടെ ഡെയ്സി. എന്തൊരു ഭംഗിയല്ലേ ഡെയ്സി. ഡെയ്സി ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ഡെയ്സി നട്ട് വളർത്തുന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. നാട്ടിൽ ചെല്ലട്ടെ, കുറേ വീടുകളിൽ ഡെയ്സി നട്ട് വളർത്താൻ എന്ന ഒരു എന്താ പറയുക, ഒരു യത്നം അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലെങ്കിലും തുടങ്ങണം. ഇനി അതൊക്കെ ഈ പഴയ മണ്ണ് ഞാൻ മുഴുവൻ കളയുന്നില്ല. കാരണം അറിയാലോ, മണ്ണിൻ്റെ വില അറിയാലോ. മണ്ണിൻ്റെ വില അറിയാലോ എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഡയലോഗാവും. മണ്ണിന് സത്യത്തിൽ ഭയങ്കര വിലയാണ് ഇവിടെ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ അങ്ങനെ തന്നെ നട്ടു. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് തോന്നുന്നത് ഇത് കുറച്ച് വിടർത്തി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. പക്ഷേ ആ സമയത്ത് ആ ബോധമൊന്നും പോയില്ല. ആകെ മനസ്സിലുണ്ടായിരുന്നത് ഇത് വളരുമോ, ഞാൻ നട്ടിട്ട് ഇനി എല്ലാം കരിഞ്ഞു പോവോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് ക്രിയേറ്റീവായി അധികം ചിന്തിക്കാൻ പറ്റിയില്ല. എന്തായാലും അതെടുത്ത് ഞാൻ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇനി നന്നായി വരട്ടെ, അത്രയേ ഉള്ളൂ. ഇനി കഴിഞ്ഞ വർഷത്തെ മറ്റ് ചെടികൾ അപ്രൂട്ട് ചെയ്യണം. അത് തന്നെ വലിയൊരു പണിയായിരുന്നു. കാരണം എൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. വേര് ഞാൻ മണ്ണിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ അത് പുതിയ ചെടിയുടെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ എവിടെയൊക്കെയോ പണ്ട് കണ്ടോ വായിച്ചതായ കാര്യങ്ങളാണ്. സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനീ പറയുന്നത് ഒഫീഷ്യൽ ഗാർഡനിങ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത് കേട്ടോ. പക്ഷേ വേര് വയ്ക്കാതിരിക്കുന്നത് തന്നെയാവും നല്ലത്. കാരണം ആ വേര് മണ്ണിനെ ഭയങ്കരമായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ പുതിയ ചെടി നടുമ്പം അതിന് ആ വേരോട്ടം ഉണ്ടാവാൻ ചിലപ്പം ഈ വേരുകൾ തടസ്സമാവില്ലേ. ലോജിക്കലായി ചിന്തിച്ച് തോന്നിയതാണ്. അപ്പോൾ ഞാനത് മുഴുവൻ പറിച്ച് മാറ്റി. കഴിഞ്ഞ വർഷത്തെ സ്പ്രിങ്ങിലത്തെ ചെടികളാണ്. വിൻ്ററിൽ പുറത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ ഒന്ന് ടോർച്ചൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇതൊന്ന് റെഡിയാക്കി വെക്കണമെന്ന്. പക്ഷേ പിന്നെ എന്ന് പറഞ്ഞ് അവസാനം അടുത്ത സ്പ്രിങ്ങായി. ഇനി എനിക്ക് ഈ തക്കുടുമണി ചെടീനെ ഭയങ്കര ഇഷ്ടമായി. നല്ല കളർ, ഒരു വൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു പിങ്ക് കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു കുഞ്ഞുവാവനെ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണമൊന്നുമില്ല കേട്ടോ, മണത്ത് നോക്കുന്നതാണ് ഞാൻ. അല്ല, മണത്ത് നോക്കുന്നതല്ല, ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണായിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് കളയുന്നതാണ്. അപ്പോൾ ഇവൾ ഒറ്റയ്ക്കാവണ്ടെന്ന് വിചാരിച്ച് ഇവളുടെ കൂടെ വേറെയും കുറച്ച് റെഡ് കളർ പൂക്കൾ വാങ്ങിച്ചു. ഇവരുടെ ഒന്നും പേരെനിക്കറിയില്ല. ഞാൻ വല്ല അമ്മൂന്നോ അച്ചോന്നോ ഒക്കെ വിളിക്കേണ്ടി വരും.
ശരിക്കും ഇതൊക്കെ ഏതാ ഫാമിലിന്ന് പോലും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ആളുടെ പേരും ജാതകവും നോക്കിയിട്ടില്ലല്ലോ ഓരോരോ ആൾക്കാരെ സ്നേഹിക്കേണ്ടത് അല്ലേ. അതിവിടെ പ്രാവർത്തികമാക്കി ഞാൻ. അതുകൊണ്ട് ഇവരെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചില സമയത്ത് വീട്ടിലേക്ക് ചില ആളുകളൊക്കെ വരും. അവരൊക്കെ ഭയങ്കര പ്ലാന്റിനെ കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കും, ബോട്ടണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരിങ്ങനെ പറയും, ഈ വെറൈറ്റിയിൽ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ പഠിക്കട്ടെ, ഇതിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ. അപ്പോഴാണ് ഗൂഗിൾ എടുത്ത് നമ്മളിതൊക്കെ നോക്കുന്നത്. അതുവരെ എനിക്കിതിലൊന്നും വലിയ പ്രശ്നമില്ല. നിൻ്റെ പേരെന്തായാലും, നിൻ്റെ നാട് എവിടെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നിന്നെ കുറേ സ്നേഹിച്ചോളാം എന്നുള്ള ഒരു ലൈനിൽ ഞാൻ അവരെയൊക്കെ ഇങ്ങനെ പരിപാലിക്കാറുണ്ട്. പണ്ടൊക്കെ വെള്ളം ഒഴിക്കാൻ മറന്നു പോകാറുണ്ട്. ഇപ്പം ഫോണിലൊരു അലാം വെച്ചിട്ട് ആ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ചെടികൾക്ക് ഓവർ വാട്ടറിങ് കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെയും റീപോട്ടിങ് അത് ചെയ്യേണ്ടി വരും. അപ്പം കുറച്ച് കെയർഫുള്ളായിട്ട് ചെടികളെ കൊണ്ട് നടക്കാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ചെടികൾ ഭയങ്കര കൂടുതലല്ല കേട്ടോ. കുറേ എന്താ പറയുക, അടുപ്പിച്ചടുപ്പിച്ച് ചില വീടുകളിൽ അങ്ങനെ പൂക്കൾ വയ്ക്കുന്നത് കാണാറുണ്ട്. എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമില്ല. നമുക്കത് എൻജോയ് ചെയ്യാൻ പാകത്തിന് ഇത്തിരി എണ്ണം വീട്ടിലുണ്ടാവുന്നത് ഒരു രസമാണ്. രാവിലെ ഞങ്ങൾ ഉണർന്നു വരുമ്പോൾ നേരെ ആ ഹാളും കിച്ചണും കൂടിയുള്ള റൂമിലുണ്ടാവുക. അപ്പോൾ അവിടുന്ന് കൗച്ചിലിരുന്നാൽ നേരെ കാണുക ഈ ബാൽക്കണിയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല സൂര്യപ്രകാശം ഉണ്ടാവുമല്ലോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും, ഈവൻ 5 മണി ആകുമ്പോഴേക്കും നല്ല വെളിച്ചമുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവർക്കും നമ്മൾ സീറ്റ് കൊടുത്തു. ഇതിങ്ങനെ ഉള്ളിലൊരു ഷേപ്പുള്ളതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. വേറെ അഡീഷണൽ സെറ്റപ്പ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള വേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റിൽ കൊണ്ടിടണം. അവിടെ ഇവിടെയൊന്നും തള്ളാൻ പറ്റില്ല. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വേസ്റ്റൊക്കെ കൃത്യമായിട്ട് കളയും. ഈ വേസ്റ്റ് പിന്നെ അത്രയും പ്രശ്നമില്ല അല്ലേ, മണ്ണിലങ്ങ് അലിഞ്ഞ് ചേരും. പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ എല്ലാ വേസ്റ്റും കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് നമ്മൾ കളയുന്നൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കളയുമ്പോൾ അങ്ങനെ കച്ചറ വരില്ലല്ലോ, അവർ കൃത്യമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുമല്ലോ. ഈ ചെടീനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പറയാൻ മാത്രമൊന്നും അറിയില്ല. ഇത് വാങ്ങിച്ചു, ആ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒരു കളർ വേരിയേഷനുള്ള വേറൊരു ചെടിയും കൂടെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഞാൻ ഡെയ്സിയുടെ ഒപ്പം തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുറച്ച് സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ച സീഡ്സ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആ 2 സീഡ്സും ഇപ്രാവശ്യം നടണം. കഴിഞ്ഞ തവണത്തെ ഈ വർഷം ആകുമ്പോഴേക്കും മുളയ്ക്കുമെന്ന് ഭഗവാൻ ജാനത്തെ ഹേ, അങ്ങനല്ലേ പറയാം ഹിന്ദിയിൽ. ഭഗവാൻ ജാനത്തെ ഹേ, ജാനത്താ ഹേ, ജാനത്തി ഹേ. അത് ഭഗവാന്റെ ലിംഗ് അനുസരിച്ചിരിക്കുമല്ലേ, പുല്ലിംഗ് സ്ത്രീലിംഗ്. ഞാൻ എപ്പോഴും ഹിന്ദി പറയുമ്പോൾ ആൾക്കാർ എന്നെ കറക്റ്റ് ചെയ്യാറുണ്ട്. സത്യമായിട്ടും ഹിന്ദിയിൽ എനിക്ക് ജെൻഡർ നോക്കി സംസാരിക്കാൻ അറിയില്ല. ഞാനിങ്ങനെ ഭഗവാൻ ജാനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയലോഗ്സ് കേൾക്കില്ലേ, അത് ജസ്റ്റ് പറയുന്ന കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളി, ഇത് പാർട്ടി ടൊമാറ്റോനാണ്. അതെന്താ സംഭവം, പാർട്ടിക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും തിന്നാൻ ഞാൻ റെഡിയാണ്, നീ ഉണ്ടാവുകയാണെങ്കിൽ. അതിൻ്റെ അത്യാവശ്യം ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചപ്പം ഏകദേശം ഈ സമയത്തല്ല എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഹു കേസ്, ഇപ്രാവശ്യം സ്പ്രിങ് ആക്ച്വലി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ വെതർ പ്രെഡിക്ഷനിൽ അത്രയ്ക്ക് കെങ്കേയമായിട്ടുള്ള ആളൊന്നും അല്ല. എങ്കിലും ഇത്തവണത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിൻ്റർ കുറച്ച് പെട്ടെന്ന് തീർന്ന് ചൂട് പെട്ടെന്ന് വന്നു. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് വന്നു. അപ്പോൾ എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് ഈ പ്രാവശ്യം ഭയങ്കര ചൂടായിരിക്കും. ഇന്ത്യയിൽ ഭയങ്കര ചൂടാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ പോയ ആൾക്കാരൊക്കെ എന്താ പറയുക, കരയുന്നുണ്ട്. വേർത്ത് മടുത്തു എന്ന് പറഞ്ഞിട്ട്. കുളിച്ചാലും വേർപ്പ്, കുളിച്ചില്ലെങ്കിലും വേർപ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ തൽക്കാലം ഈ സമ്മർ സമയത്ത് നാട്ടിലേക്ക് എഴുന്നള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. കുറച്ച് വിൻ്റർ ആവണ സമയത്ത്, ഇവിടെയും കഷ്ടപ്പാടുള്ള സമയത്ത് അങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കണം. ഈ ടൊമാറ്റോയുടെ സീഡ്സൊക്കെ ഇങ്ങനെയാണാവോ ഇടേണ്ടത്, ഇങ്ങനെ ഇട്ടാൽ ഇനി ഇത് മുളയ്ക്കോ. ആയിരിക്കുന്നത് എൻ്റെ ഗ്ലൗസാണ്, ഗാർഡനിങ് ഗ്ലൗസ്. അത് ഇടേണ്ട കാര്യം ഞാൻ മറന്നു എന്ന് തോന്നണേ. അല്ല, മറ്റേ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴേ ഈ ഗ്ലൗസ് വെച്ച് പൊട്ടിച്ചാൽ ശരിയാവില്ല. അപ്പം ഇങ്ങനെ ആദ്യം ഞാൻ കുറച്ച് സീഡ്സ് ഇട്ടിട്ട് കുറച്ച് ചെറിയ ചെടികൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് നമുക്കതിനെ സോർട്ട് ചെയ്ത് മാറ്റി വെക്കാമെന്നുള്ള ദീർഘവീക്ഷണത്തിലാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. എന്നാൽ ഇതുവരെ ഈ ടൊമാറ്റോ അനങ്ങിയിട്ടില്ല എന്നുള്ള സത്യവും ഞാൻ ഇതോടൊപ്പം ബോധിപ്പിക്കുന്നു.
ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ, ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കാമല്ലോ. ഞാൻ മുഴുവൻ സീഡ്സ് ഇട്ടിട്ടില്ല. ഇപ്പോൾ പറ്റിയ അമ്മിളി ഇനിയും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത തവണ പുതിയൊരു അമ്മിളിക്ക് വേണ്ടി അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോവും സെറ്റപ്പായി. ഇത് ഞാൻ പറഞ്ഞില്ലേ മണ്ണ് തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് വാങ്ങിക്കണമെന്ന്. ആ മണ്ണാണ് ഈ മണ്ണ്. ഗുഡ് ആൻഡ് ഗുൺസ്റ്റിക്ക് ഇവിടുത്തെ വലിയൊരു ബ്രാൻഡാണ്. ഗുഡ് എന്ന് വെച്ചാൽ ഗുഡ്, ഗുൺസ്റ്റിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പം ഗുഡ് ആൻഡ് ഗുൺസ്റ്റിക്കിൻ്റെ കുറച്ച് മണ്ണെടുത്ത് പഴയൊരു ചട്ടിയിൽ, ഇപ്പോൾ ചട്ടി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പിന്നീട് അതിൽ മണ്ണ് തന്നെയല്ലേ ഇടാൻ പോകുന്നത് എന്നുള്ള ഒരു ഇത് കൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് അതിലേക്ക് ഇട്ടു. ഇതിലേക്ക് എന്താണ് ഇടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഓർമ്മയില്ലേ നമ്മുടെ ചുവന്ന മുളക് നമ്മളിപ്രാവശ്യം വാങ്ങിച്ചത്? ആ സീഡ്സാണ് ഇതിലിടുന്നത്. മുളക് ഞാൻ പണ്ട് വയനാട്ടിൽ നിന്ന് കുറച്ച് വിത്ത് എൻ്റെ കുഞ്ഞമ്മ തന്നപ്പം, ഞാൻ കൊച്ചമ്മ എന്ന് വിളിക്കാം കേട്ടോ. കൊച്ചമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മയാണ്. ഞാൻ വീഡിയോയിൽ കുഞ്ഞമ്മ എന്നാക്കിയതാണ്. ഇനിയിപ്പോൾ എൻ്റെ കസിൻസ് അതിന് വേണ്ടിയിട്ട് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരുത്തി പറഞ്ഞു. എൻ്റെ കൊച്ചമ്മ കുറച്ച് മുളകിൻ്റെ വിത്തുകൾ തന്നിരുന്നു. കഴിഞ്ഞ വിൻ്ററിലത് ലേറ്റായിട്ട്, അല്ല കഴിഞ്ഞ സമ്മറിലത് വളരെ ലേറ്റായിട്ട് നട്ടപ്പം അത് ചെടിയായി വന്നപ്പോൾ അത് വിൻ്ററായി. പിന്നെ അതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ കൂട്ടി തന്നെ ഞാൻ കുറച്ച് വിത്തെടുത്ത് നടാമെന്ന് വിചാരിച്ചു. എൻ്റെ മുളക് ദൈവങ്ങളെ, നിങ്ങളൊക്കെ നന്നായി ഉണ്ടായി വരണേ. ഇത്ര അധികം ഇട്ടാൽ നിങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? നോക്കാം. മുളക് 2 കായ്ച്ച് നിൽക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനത് പറിച്ച് തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം വീട്ടിലധികം സ്പൈസി ഡിഷസൊന്നും ഉണ്ടാക്കാറില്ല. നാട്ടിൽ പോയപ്പം എൻ്റെ മോൻ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. തിരിച്ച് ഇവിടെ വന്ന് കീറ്റ, നമ്മുടെ ഈ സ്കൂൾ എന്താ പറയുക, കിൻഡർ ഗാർഡൻ, ആ സാധനത്തിൽ പോയി തുടങ്ങിയപ്പം അവിടെ വീണ്ടും ജർമ്മൻ ഫുഡല്ലേ, അതിനൊന്നും ഒട്ടും സ്പൈസ് ഇല്ല. വീണ്ടും അവൻ പഴയ പോലെ ഒട്ടും ടോളറൻസ് ഇല്ലാണ്ടായി മാറി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 0 സ്പൈസ് എന്ന് ഉദ്ദേശിക്കണേ ഞാൻ മറ്റേ ചുവന്ന മുളകില്ലേ, ആ പൊടി ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ല. ഇനിയിപ്പോൾ എൻ്റെ ടോളറൻസ് താഴേക്ക് പോകുന്നതാണ് എനിക്ക് പേടി. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ വിത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സാധനമാണ്. ചീരയുടെ വിത്ത് ഇങ്ങനെയാണ് പോലും. ഞാൻ നാട്ടിൽ നമ്മുടെ ചീരയുടെ വിത്ത് കടുക് മണീനേക്കാളും ചെറുതായ സൈസിലുള്ള സാധനം കണ്ടിട്ടുണ്ട്. ഇത് എന്ത് ചീരയാണാവോ? സ്പിനാഷ്. എന്തായാലും സ്പിനാഷിൻ്റെ വിത്തെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണാവോ പുറത്ത് വരിക? എനിക്ക് ശരിക്കും ചുവന്ന ചീര ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോയിട്ട് അതിൻ്റെ വിത്ത് ഇത്തിരി കൊണ്ടുവരണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, അത് മറന്നു പോകും. ഒരു പേർപ്പിൾ കളർ ചീരയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് ചീര ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നടലൊക്കെ മോനെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയ്ക്കും കൂടെ ആയിട്ടില്ല. അടുത്ത വർഷം അവനെയും കൊണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യണം. കാരണം നല്ല രസമല്ലേ, വിത്തൊക്കെ ഇട്ട് ചെറിയ ചെടികളൊക്കെ അതിൽ നിന്നുണ്ടായി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിൽ പണ്ട് പഠിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിലാട്ടോ, 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അത്രേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കുറച്ച് പയറിങ്ങനെ കഴുകാൻ പറഞ്ഞപ്പം ഞാനത് മുഴുവൻ കഴുകിയിട്ട് പകുതി മുക്കാലും ആ കഴുകിയ വെള്ളത്തിൽ തന്നെ മണ്ണിലേക്ക് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മണ്ണിലൊക്കെ ഫുൾ പയറിൻ്റെ ചെടികൾ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിന് പയറൊക്കെ പറിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിമാനമായിരുന്നു. മോനെയും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം അവനെയും കൂടെ കൂട്ടും ഗാർഡനിങ്ങിന്. പക്ഷേ കൂട്ടിയാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ക്ലീനപ്പ് അത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. അതൊരു വലിയ സംഭവമായിരിക്കും. ഒരു 1-1.5 ദിവസം അത് തന്നെയായിരിക്കും. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കൊണ്ടുവന്ന ഒരു ചെടിയുടെ കഷ്ണമാണ്. അത് ഇത്രയും കാലം സർവൈവ് ചെയ്തു, പക്ഷേ അങ്ങോട്ട് വലുതാവുന്നില്ല. അപ്പോൾ അതിനൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ വന്നപ്പോൾ ഞാൻ അവളെ കൊണ്ട് ഇതിനെ ഒന്ന് മുറിപ്പിച്ചതാണ്. ഞാൻ മുറിച്ച് അപ്പം തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് എനിക്ക് കൂടുതൽ തോന്നിയതുകൊണ്ട്. അവൾ അത്യാവശ്യം ഗ്രീൻ തമ്മുള്ള ഒരാളാണ്. ചെടികളൊക്കെ വെച്ചാൽ നന്നാവും. ഈ സ്പൈഡർ പ്ലാന്റ് ആണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണമുണ്ട്. കാരണം ഇത് എത്ര നല്ലൊരു സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു സ്പൈഡർ പ്ലാന്റ്. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ ജീവനോടെ ഉണ്ട്, പക്ഷേ ഒരു എന്താ പറയുക, ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെ. എന്താണ് ഇവൻ്റെ പ്രശ്നം? സൈക്കോളജിക്കൽ വല്ല പ്രോബ്ലം ആണെങ്കിൽ പറഞ്ഞ് ഞാൻ കുറച്ച് കൗൺസിലിംഗ് കൊടുക്കായിരുന്നു. എനിക്ക് അതിൻ്റെ മുകളിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ വലിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിലിടായിരുന്നു. പക്ഷേ എന്തോ ഞാനിപ്പോഴും അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ അങ്ങനെ കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ റീപോർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എത്ര വർഷമായെന്ന് വെച്ചിട്ടാ? ഒരു 3-4 വർഷമായിട്ടുണ്ടാവും തോന്നുന്നു.
എൻ്റെ മോനേക്കാളും പ്രായം ഉണ്ടാവും ഇതിന്. അത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുക. ഇത് എന്താണ് ഇതിന് വളരാൻ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സാധനം വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. പക്ഷേ ആൾ ഇത്തിരി ദുഃഖത്തിലാണ്. ഇപ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും നീ കുറച്ച് ആക്റ്റീവ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇത് ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് എനിക്ക് തന്നതാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഞാൻ കഷ്ണം കൊടുക്കും കേട്ടോ. പിന്നെ അവളുടെ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു എല്ലാം സേഫായിട്ട് പല സ്ഥലത്തും ചെടികൾ വളർത്തുന്നതാണ് എപ്പോഴും നല്ല സ്ട്രാറ്റജി. അപ്പോൾ ഇതിനെടുത്ത് ഞാൻ വീണ്ടും റീപ്പോർട്ട് ചെയ്യാണ്. ഇവൾ ഉഷാറാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. വന്നതിനേക്കാൾ എത്രയോ ഉഷാറായി. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നൊരു ആശാനാണ്. അപ്പം ഇവളേക്ക് നല്ലൊരു സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അവളെ മാറ്റും. അവൾ എൻ്റെ കൂടെ ഹാപ്പി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കത് തോന്നണോ? ഹാപ്പി അല്ലേ? ഈ ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾ പൊതുവേ കുറേ ചെടികളൊക്കെ വെക്കുന്ന ആൾക്കാരായിരിക്കില്ലേ? പൊതുവേ എന്നെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ചെടി ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മമാരാണ് കൂടുതൽ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോ? അതോ നിങ്ങൾ വീട്ടിലെ പച്ചക്കറിയാണോ ഉണ്ടാക്കാറ്? ചീര, വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനത്തെ ആണോ? പറയണം കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ നടുമ്പോൾ അതൊക്കെ കാണിക്കുന്നത്? അങ്ങനെ കുറേ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്. എനിക്ക് അത് കാണാൻ സമയം കിട്ടാറില്ല. ഞാൻ കൂടുതൽ നോക്കാറ് ഈ തണുത്ത പ്രദേശങ്ങളിൽ എന്ത് വളർത്താം, അല്ലെങ്കിൽ എങ്ങനെ വളർത്താതിരിക്കാം, എന്ത് വളർത്തരുത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ. കറിവേപ്പിലയൊക്കെ വളർത്തുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. എങ്ങനെ ബ്രില്യൻ്റായിട്ട് വളർത്തുന്നത്. എൻ്റെ കറിവേപ്പിലെ ആ വീഡിയോ കണ്ടിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ചട്ടി ഞാൻ അതേ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല രസമില്ലേ? ലുക്ക് ചട്ടി. ഈ ഇലയുടെ പാറ്റേണും ആ ചട്ടിയുടെ പാറ്റേണും നല്ല രസമുണ്ട് അല്ലേ? ഇതും എൻ്റെ പ്രിയ സുഹൃത്ത് മേഘ തന്നതാണ്. നേരത്തെ പറഞ്ഞില്ലേ ആ ചെടി തന്ന ആളെന്നെ തന്നതാണ്. ഇവൾക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഈ അടുത്തായിട്ട്, എന്തോ അറിയില്ല. റീപ്പോർട്ട് ചെയ്താൽ റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പണി ക്ലീനിങ് ആണ്. ആ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അടുത്ത തവണ എല്ലാം വീണ്ടും വാങ്ങിക്കേണ്ടി വരും. ഈ ഒരു പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ ടൊമാറ്റോ വരും. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ച ഒരു കർഷകയുടെ മന്ദസ്മിതമാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് എൻ്റെ ചെടികൾ. എല്ലാവരെയും ക്ലീൻ ചെയ്ത് കുട്ടപ്പൻസാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്താവും ഇവരുടെയൊക്കെ വളർച്ച, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരാണ് ഗുണം പിടിക്കുക? അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.